രൗദ്രതാണ്ഡവം രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. അത് നിന്റെ മാത്രം വിച്ചേടനാണ്. നിന്നെ വിട്ട് എവിടെയും പോവുകയുമില്ല. പക്ഷേ തിരിച്ച് ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? അവളുടെ ഗൗരവമായ ശബ്ദം കേട്ടതും ധാത്രി കരഞ്ഞുകൊണ്ട് അവളെ നോക്കി. ആ ആളെ വിട്ട് ഇനി നീ പോകുമോ സിദ്ധി? അത് കേട്ടതും അതുവരെ താങ്ങിയിരുന്ന കൈകളിൽ തട്ടിമാറ്റി സിദ്ധി വെപ്രാളത്തോടെ ഉത്തരയെ നോക്കി. എനിക്ക് മറുപടി വേണം സിദ്ധി. ഇത്തവണ ഉത്തരയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ഒരിക്കലും കിട്ടിയിടത്തില്ല എന്ന് കരുതിയിടത്തു നിന്നും എനിക്ക് തിരിച്ചു കിട്ടിയത് എന്റെ വിച്ചേടനെ. ആ ആ ഞാൻ ഞാൻ എന്റെ ഏട്ടനെ വിട്ടുപോകുമെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി ഉത്തരേ? അത്രയുമേ നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ദേഷ്യവും സങ്കടവും പരിഭവവും അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഉം അങ്ങനെയാണെങ്കിൽ നീ ആ ഇറങ്ങിപ്പോയ മനുഷ്യനെ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഉത്തരയ്ക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഉത്തരെ ഞാൻ അവളാകെ നിസ്സഹായായി. പറയടി, എന്താ നിന്റെ പ്രശ്നം? എന്താ നിനക്ക് ആളോട് ഇത്രയും ബുദ്ധിമുട്ട്? നാളുകളായി ചോദിക്കാൻ ബാക്കി വെച്ച ചോദ്യമാണ്. ഓരോ തവണയും അവൾക്കേട്ടന് ഇഷ്ടമാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ എന്തോ ഒരു കാര്യം അവളെ ആളിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഉണ്ടതും ഉറങ്ങിയതും കിളിച്ചലച്ചതും അങ്ങനെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നോട് പങ്കുവെക്കുന്നവള് ആ ഒരു കാര്യം എത്തുമ്പോൾ മാത്രം വല്ലാതെ നിസ്സഹായായി പോകുന്ന പോലെ ഒരു നോട്ടം. അവളെ വേദനിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം ഇന്ന് വരെ താനും മനഃപൂർവ്വം ചോദിക്കേണ്ടെന്ന് കരുതിയതാണ്. പക്ഷേ ഇന്നത് ചോദിക്കാതെ തരമില്ലെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഉത്തര ഇത്തവണ ദേഷ്യത്തോടെയെങ്കിലും ആ കാര്യം ചോദിച്ചത്. സിദ്ധി, ഞാൻ ഞാൻ ചീത്തയായില്ലേ ഉത്തരെ? ഞാൻ ഞാൻ എങ്ങനെയാ വിച്ചേടന് മുഖം പോലും തരാതെ ആരൊക്കെയോ ചവച്ചു തുപ്പിയ ഒരു ഒരു മാംസപിണ്ഡമല്ലേടി ഞാൻ? ബാക്കി പറയാൻ കഴിയാതെ അവൾ മുഖം പൊത്തി അലറിക്കരഞ്ഞു. സിദ്ധി, തോന്നിയിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ആകുമെന്ന്. ഇതിനൊരു മറുപടി കൊടുക്കാൻ ഏട്ടനെ കഴിഞ്ഞു. അതിനു മുന്നേ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തനിക്കൊരു പക്ഷേ കഴിഞ്ഞേക്കും. മുന്നിലിരിക്കുന്നവളുടെ കരച്ചിൽ കണ്ട് സ്വയം തളർന്നു പോകുമോ എന്ന് ചിന്തിക്കുന്നതിനൊപ്പം തന്നെ ഒന്നിനു വേണ്ടിയും അവളെ വിട്ടുകൊടുക്കില്ലെന്നുള്ള മനസ്സും ഉത്തരയിൽ ആ നിമിഷം ജാഗരൂകമായി. നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ഇതൊരു കാരണമാണെന്ന്? ഏറെ നേരം കരഞ്ഞവളുടെ ശബ്ദം തേങ്ങലായി മാത്രം മാറിയപ്പോൾ ഉത്തര തന്നിലേക്ക് ചേർന്നിരിക്കുന്നവളുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഇന്നിപ്പോ ഈ വഴിയിൽ ഏട്ടന്റെ വണ്ടിക്കൊരു ആക്സിഡന്റ്. ഉത്തരേ! അതുവരെ പൂച്ചയെപ്പോലെ നിന്നവൾ ഒരു നിമിഷം കൊണ്ട് ഭദ്രകാളിയായി ഉത്തരയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. വേണ്ട. വലങ്കൈ ഉയർത്തി തടയുമ്പോൾ അവനൊരു മുള്ളു കൊള്ളുന്നത് പോലും സ്വപ്നം കാണാൻ വയ്യാത്ത അവന്റെ മാത്രം ധാത്രിയായിരുന്നു അവളപ്പോൾ. എങ്കിൽ ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ? മനുഷ്യരല്ലേ, നാളെ എന്ത് അസുഖം വേണമെങ്കിലും വരാമല്ലോ. അങ്ങനെ എന്തെങ്കിലും വലിയൊരു അസുഖം വന്നാൽ നീ നിന്റെ ഏട്ടനെ ഇട്ടിട്ട് പോകുമോ? നിർത്തിക്കോ ഉത്തരെ, വിച്ചേട്ടനെ പറ്റി ഇങ്ങനൊന്നും വേണ്ട. ദേഷ്യത്തോടെ അവളുടെ അടുക്കൽ നിന്നും എഴുന്നേറ്റവളെ ഉത്തര കയ്യിൽ പിടിച്ചു നിർത്തി. ആ ആൾക്കൊരു അസുഖം വരുന്നത് നിനക്ക് സഹിക്കില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുഞ്ഞു മുറി പോലും നിന്നെ ഇത്രയേറെ അസ്വസ്ഥമാക്കുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് നീ അങ്ങനെ തന്നെ ആവില്ലേ സിദ്ധി? നീ, നിന്റെ സന്തോഷം, നിന്റെ പ്രണയം, ഇതൊക്കെ മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നീ കുറച്ചു മുന്നേ പറഞ്ഞ ആ ഒരു കാരണം ശരിക്കും ഒരു കാരണമാണ് നിനക്ക് തോന്നുന്നുണ്ടോ? അത്രയുമൊക്കെ നീ ആ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളൂ? അവളുടെ ആ ചോദ്യത്തിൽ സിദ്ധി തളർന്നു. നിരത്തിലൂടെ പോയപ്പോൾ കുറെ ചാവാലിപ്പട്ടികൾ നിന്നെ കടിച്ചു. നീ അതിന് മരുന്നും എടുത്തു. അത്രയുള്ളൂ, അത്രമാത്രം. ഇനിയെങ്കിലും ആവശ്യമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ പരസ്പരം അകന്നു നിൽക്കരുത്. ഇക്കണ്ട കാലം അത്രയും മറ്റുള്ളവർക്ക് വേണ്ടി പരസ്പരം മാറി നിന്നില്ലേ? ഇനിയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നൂടെ? അറിയാം നിനക്ക് പാടായിരിക്കുമെന്ന്. പക്ഷെ നിന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് നിനക്കില്ലേ സിദ്ധി? അദ്ദേഹം ഉള്ളപ്പോൾ പിന്നെ നിനക്ക് ആരാടി വേണ്ടത്? ഈ പോയ തവണകളിലെ കൗൺസിലിംഗിൽ പലപ്പോഴും ഡോക്ടർ പറഞ്ഞു മാറിയ കാര്യങ്ങൾ, പക്ഷെ ഇന്നത് ഉത്തര കൂടി പറഞ്ഞപ്പോൾ അതിന് അവളുടെ മനസ്സിനെ ആകെ ഒളിക്കാൻ കഴിവുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും ഒന്നും തീർത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല സിദ്ധി. നീ നിന്റെ മനസ്സിലെ ചിന്തകളൊക്കെ മാറ്റിവെച്ച് ആളെ വിളിക്കാൻ നോക്ക്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല സിദ്ധി. ഒരുപക്ഷെ എല്ലാം മറന്ന് നീ ആളെ സ്നേഹിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അടുത്തില്ലെങ്കിൽ? ആ ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു സിദ്ധിയുടെ ഉള്ളിലെ സകല അപകർഷതയും തച്ചുടയ്ക്കാൻ. ഇനിയും ഇനിയും വിച്ചേണ തനിക്ക് നഷ്ടപ്പെടുമോ? ആ പേടിയോടെ അവൾ ഓടിപ്പോയി ഫോൺ എടുത്തു. അത് കണ്ടുകൊണ്ടാണ് ഉത്തര പുറത്തേക്ക് ഇറങ്ങിയത്. നേരെ മുറിയിലേക്ക് പോയി ഫോൺ എടുത്ത് അവൾ ഡയൽ ചെയ്തത് അഗ്നിയാണ്. കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് സൈലന്റ് ആക്കാൻ വേണ്ടി ഫോൺ എടുത്തതാണ് അഗ്നി.
പക്ഷേ ഡിസ്പ്ലേയിൽ ഉത്തരയുടെ പേര് കണ്ടതും അവന്റെ കണ്ണുകൾ ചുരുങ്ങി. എത്ര വലിയ കാരണങ്ങളുണ്ടായാലും തന്നെ ഫോൺ ചെയ്യാത്തവളാണ്. ഇന്നിപ്പോൾ അത്രയുമൊക്കെ പറഞ്ഞു വന്നതുകൊണ്ട് ഒട്ടും ചെയ്യില്ല. എന്നിട്ടും അവൾ ഇപ്പോൾ ഫോൺ ചെയ്യണമെങ്കിൽ ആ അവസ്ഥയിലും അഗ്നി ഫോൺ അറ്റൻഡ് ചെയ്തു. അഗസ്ത്യസ്. എടുത്ത വഴിക്ക് കേട്ട വിളിയിൽ അവൻ അരിച്ചു കയറിയെങ്കിലും ആ നേരമുള്ള അവളുടെ ശബ്ദത്തിന്റെ പതർച്ച അവനെ തെല്ലൊന്ന് സംശയിപ്പിച്ചു. എന്താ ഉത്തര, എന്തുപറ്റി? 1000 ആശങ്കയോടെയാണ് വിളിച്ചതെങ്കിലും മറ്റൊന്നും പറയാതെയുള്ള അവന്റെ ചോദ്യത്തിൽ അവളുടെ മനസ്സൊന്ന് തണുത്തു. അത് സർ. കുറച്ചു മുന്നേ വരെ നടന്ന സകല കാര്യങ്ങളും അവൾ ഒന്നും മറച്ചുവെക്കാതെ അവനോട് സംസാരിച്ചു. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പല്ലും കടിച്ചു പിടിച്ചുകൊണ്ട് വന്ന ദേഷ്യത്തിൽ വിളിച്ച ചീത്ത പക്ഷേ കിളി പാറിച്ചത് ഉത്തരയാണ്. നല്ലപ്പോ ആണ് അഗ്നിയുടെ നാവിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും അവൾ കേൾക്കുന്നത്. അതുകൊണ്ടാവും നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖമാകെ വിയർപ്പ് പൊടിഞ്ഞത്. ഹലോ, ഹലോ ഉത്തര. ആദ്യം വിളിച്ചത് കേൾക്കാത്തതുകൊണ്ടാണ് അവൻ രണ്ടാമത് ഇത്തിരി ഉച്ച വിളിച്ചത്. ആ ആ സർ. നീ അതിൻ്റെ ഇടയ്ക്ക് എന്താ ഉറങ്ങാൻ പോയോ? ചാടിക്കടിച്ചുകൊണ്ടുള്ള അവന്റെ ചോദ്യത്തിൽ അവൾ പതറി. ഇല്ല, ഇല്ല സർ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി കേട്ടണം. എന്നിട്ടത് അതുപോലെ തന്നെ ചെയ്തേക്കണം. ചെയ്യാം. കാര്യം കേൾക്കും മുന്നേ തന്നെ അവൾ കയറി സമ്മതിച്ചു. ഓക്കെ, താനുണ്ടല്ലോ. എന്തൊക്കെയോ അവൻ അവളോട് പറഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഉവ്. അവൻ പറയുന്നത് കേട്ട് അവൾ ശരിവെച്ചു. ഒന്നും കൂടി പറയുകയാണ്, ഞാൻ പറയുന്നത് അതുപോലെ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഓർത്തോ, മുന്നിൽ നിൽക്കുന്നത് വംശിയാണ്. അതും ഭ്രാന്ത് പിടിച്ചാകും നിൽപ്പ്. വെറുതെ എല്ലിന്റെ എണ്ണം കൂട്ടുകയും പല്ലിന്റെ എണ്ണം കുറയ്ക്കുകയും വേണ്ട. അല്ലെങ്കിൽ പിന്നെ പള്ളിമേടയിൽ കയറി നിൽക്കുന്ന അച്ചായന്റെ കൊച്ചിനെ ആൾക്കാരെല്ലാം കൂടി കുറ്റം പറയും. അത് നിന്റെ ഇച്ചായന് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ഇച്ചായന്റെ കൊച്ച് അതുപോലെ ചെയ്തേക്കണേ. വളരെ കാര്യത്തിൽ പറഞ്ഞു കൊടുത്ത വിഷയത്തെ അവസാനം അവൻ സ്ഥിരം കൊഞ്ചിലിറക്കിയതും പെണ്ണ് ഒറ്റ നിമിഷം കൊണ്ട് ഫോൺ കട്ട് ചെയ്ത് പോയി കളഞ്ഞു. ഇങ്ങേരു ഒരു നിമിഷമെങ്കിലും നന്നായെന്ന് കരുതിയ എന്നെ പെടലിക്കടിക്കണം. എന്നാലും ഇത്രയും വൃത്തികെട്ടൊരു തെറി. ഷേ, ഇങ്ങനെ ശരിക്കും ഡോക്ടറാണെന്ന് ആ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വെച്ചൊന്ന് കൺഫേം ചെയ്യണം. എന്തായാലും ഒരു ഡോക്ടർക്ക് ഇമാതിരി തെറി അറിയാനൊന്നും വഴിയില്ല. ദേഷ്യത്തിൽ അവനെ തോന്നുന്നൊക്കെ പറയുമ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാക്കിയ ടെൻഷനിൽ നിന്നും അവൾ ഒരു പരിധിവരെ പുറത്തു കടന്നിരുന്നു. എന്താടാ അഗ്നി, എന്താ പ്രശ്നം? അതുവരെ അവൻ അടുത്ത് നിന്നിരുന്ന പാർത്ഥൻ കാര്യങ്ങളൊക്കെ കേട്ടെങ്കിലും സംഭവം അറിയാത്തതിന്റെ വ്യക്തതയിൽ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. പ്രശ്നം വേറെന്താ, നമ്മുടെ ഒറ്റയാനാ, അല്ലാതെന്ത്. എന്തായാലും ഇന്നും കൊണ്ട് ഞാൻ തീർത്തു കൊടുക്കാം അവന്റെ ഒടുക്കത്തെ ദേഷ്യം. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൻ വംശിക്ക് ഡയൽ ചെയ്തു. ആദ്യത്തെ 2 തവണ റിങ്ങി പോയതല്ലാതെ എടുക്കുന്നില്ലെന്ന് കണ്ടതും പല്ലി ഞെരിച്ചുകൊണ്ട് അഗ്നി അവനൊരു മെസ്സേജ് ഇട്ടു. സിദ്ധിക്ക് വയ്യ. അത് ഡെലിവർ ആകുന്ന സമയം. അഗ്നിക്ക് വംശിയുടെ കോള് വന്നു. അവക്ക് എന്താടാ? ആകെ പേടിച്ചുകൊണ്ടാണ് ചോദ്യം. നീയും സിദ്ധിയും തമ്മിൽ പിണങ്ങിയോ? ചോദ്യത്തിന് മറുപടി ചോദ്യം ഉത്തരമായി ചെന്നു. നീ അത് വിട്, ഇത് പറ, സിദ്ധിക്ക് എന്തു പറ്റി? അവന്റെ ശബ്ദമാകെ വല്ലാത്തൊരു വെപ്രാളമായിരുന്നു. അത് പിന്നെ കുറച്ചു മുന്നേ ഉത്തര വിളിച്ചിട്ടുണ്ടായിരുന്നു. നീയും അവളും തമ്മിൽ എന്തിനോ പിണങ്ങി. ആ കൊച്ചവിടെ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞു. അതിനിടയിൽ കൈമുറിഞ്ഞെന്നോ ഒരുപാട് ചോര വന്നെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. ഇനിയിപ്പോ നീ പിണങ്ങിയിട്ട് ആ കൊച്ചു വല്ലോ. അഗ്നി. ബാക്കി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ വംശിയുടെ അലർച്ച ഫോണിൽ കൂടി കേട്ടു. ഇതിൽ കൂടി കൂവി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പുറത്താണ്. നീ അവിടെ അടുത്തെങ്ങാനും ആണെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. പറയുന്നതിനൊപ്പം തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ അഗ്നി പറയുന്ന കാര്യങ്ങൾ കേട്ട് ഭയന്നു പോയിരുന്നു വംശി. ഇത്തിരി മുന്നേ ഉണ്ടായ ദേഷ്യവും വാശിയും ഈഗോയും എല്ലാം ആ ഒരു നിമിഷം അവനിൽ ഉണ്ടായില്ല. മറിച്ച് താൻ പിണങ്ങിയിട്ട് പെണ്ണെന്തെങ്കിലും അബദ്ധം ചെയ്തോ എന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സ് മുഴുവൻ. ആ ഒരു വെപ്രാളത്തിൽ വണ്ടിയെടുത്തവൻ കാറ്റിനേക്കാളും വേഗത്തിൽ തിരിച്ചു ഫ്ളാറ്റിലേക്ക് ചവിട്ടി വിട്ടു. അഗ്നി, എടാ, അവൻ വീട്ടിലെത്തുമ്പോൾ അവക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് കണ്ട് ആകെ പ്രശ്നം ഉണ്ടാക്കില്ലേ? പാർത്ഥന് വല്ലാത്തൊരു ഭയം തോന്നി. ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നതും അത് തീർക്കുന്നതുമെല്ലാം അവനല്ലേ. ആ പെണ്ണെന്ന് വെച്ചാൽ അവൻ ഒടുക്കത്തെ ഭ്രാന്താണ്. ആ ഭ്രാന്താണ് അവന്റെ പ്രശ്നവും. എന്തായാലും ഇന്നും കൊണ്ട് അവളോട് ചാടിത്തുള്ളി പിണങ്ങിപ്പോകുന്ന പോക്കെന്തായാലും അവൻ നിർത്തും. അല്ല പിന്നെ. അതൊക്കെ ശരി തന്നെ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്തായിരുന്നു ഒരു ഒലിപ്പിര്? ആരാടാ ഈ ഇച്ചായൻ? പാർത്ഥൻ അഗ്നിയുടെ വയറ്റിൽ ഇടിച്ചുകൊണ്ട് ചോദിച്ചതും അഗ്നി അവനെ നോക്കി വെളുക്കെ ചിരിച്ചു. കേട്ടല്ലേ? ഓ, നന്നായിട്ട്. ഇത് പറ, ആരാ ഈ ഇച്ചായൻ? ഞാൻ ഞാനാ ഇച്ചായൻ. ആരുടെ? എന്റെ ഉത്തര കൊച്ചിന്റെ. അവൻ നാണം കുണുങ്ങി പറഞ്ഞതും പാർത്ഥൻ ഉറക്കെ ചിരിച്ചു.
ഒക്കെ ശരി തന്നെ. പക്ഷെ നീ ആദ്യം വിളിച്ച തെറിയിൽ കൊച്ചൊന്ന് ഭയന്നിട്ടുണ്ട്. അത് ആദ്യം കേൾക്കുമ്പോഴുണ്ടാകുന്നൊരിതാണ്. പിന്നെ പിന്നെ അവൾക്ക് ശീലമായിക്കൊള്ളും. അല്ലെങ്കിലും എന്റെ ശീലവും ശീലക്കേടും ഒക്കെ അവൾക്ക് ഇപ്പോഴേ ശീലമാവണ്ടേ പാർത്ത? അവൻ നീട്ടി വലിച്ചൊന്ന് ചോദിച്ചതും പാർത്ഥൻ തല വല്ലാത്ത രീതിയിൽ ഒന്നിളക്കി. കണ്ടറിയാം. എന്തായാലും നീ നിന്റെ ഒറ്റയാനെ അവിടെ കാടിളക്കാൻ വേണ്ടിയാണ് ഇളക്കി വിട്ടേക്കുന്നത്. മിക്കവാറും ഈ പോകുന്ന വഴിയെല്ലാം അവൻ സിദ്ധിയെ ഉത്തരയും മാറി മാറി വിളിക്കുന്നുണ്ടാവും. രണ്ടും ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ട് അവിടെ ചെല്ലുമ്പോൾ ചെക്കൻ അതുങ്ങളുടെ എല്ലൂരാതിരുന്നാൽ മതി. ഹും എന്നാലേ എന്റെ കൈകൊണ്ടാവും ആ നാറിയുടെ അന്ത്യം. അവന്റെ പെണ്ണിന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ കൊച്ചിന്റെ എല്ലൂരാനും പല്ല് ഫിറ്റ് ഞാൻ മതി. ഞാൻ മാത്രം. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് ഞാനാ ഒപ്പം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്കിനി വോയിസ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോൾ ചെയ്യാൻ പറ്റും, എപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് കൂട്ടുകാരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നന്ദി.